പത്മനാഭ പ്രഭോ പത്മനാഭ പ്രഭോ ശ്രീ പത്മനാഭ പ്രഭോ മന്നത്തുദീച്ച പൊന്നിലവിളക്കേ കേരള നാടിൻ ഒളിവിളക്കേ പത്മനാഭ പ്രഭോ പത്മനാഭ പ്രഭോ ശ്രീ പത്മനാഭ പ്രഭോ. സമഗ്രമായി വിലയിരുത്തുമ്പോൾ പ്രത്യേക സവിശേഷതകൾ അവകാശപ്പെടാവുന്നതാണ് മന്നത്ത് പത്മനാഭന്റെ അധ്യാപക വ്യക്തിത്വം. ഏതാണ്ട് 10 വർഷക്കാലം അധ്യാപന രംഗത്തിൽ സർഗപ്രതിഭ പൂർണമായ തോതിൽ വ്യാപരിപ്പിച്ച് ഔഷധവീര്യമടങ്ങിയ ചൈതന്യവും ഉണർവും നൽകാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം നിരർത്ഥകമായില്ല. 16-ാം വയസ്സിൽ ആരംഭിച്ച അദ്ദേഹത്തിന്റെ അധ്യാപക ജീവിതത്തിന്റെ സദ്ഗുണങ്ങൾ ഇന്നും അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളുടെ സ്മരണമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. കുട്ടികളോടും രക്ഷകർത്താക്കളോടും ആരോഗ്യകരമായ ബന്ധം സ്ഥാപിക്കുന്നതിനാവശ്യമായ നർമ്മബോധം, സഹാനുഭൂതി, സത്യസന്ധത, സ്നേഹം, ആത്മാർത്ഥത തുടങ്ങിയ ഗുണങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിത്വ സവിശേഷതകൾ. സ്കൂൾ ഇൻസ്പെക്ടറും പ്രശസ്ത സാമൂഹിക പ്രവർത്തകനുമായിരുന്ന ശ്രീ കൃഷ്ണപിള്ളയാണ് അദ്ദേഹത്തെ കാഞ്ഞിരപ്പള്ളിയിലെ ഗവൺമെന്റ് വില്ലേജ് സ്കൂളിൽ അസിസ്റ്റന്റ് ടീച്ചറായി നിയമിച്ചത്. 1899 തുരുത്തി പ്രൈമറി സ്കൂളിൽ പ്രധാന അധ്യാപകനായി. 3 ഡിവിഷൻ കുട്ടികളാണ് ഈ സ്കൂളിൽ ഉണ്ടായിരുന്നത്. എല്ലാ വിഷയങ്ങളും അദ്ദേഹം സമർത്ഥമായി കൈകാര്യം ചെയ്തിരുന്നു. താൻ കൈകാര്യം ചെയ്തിരുന്ന വിഷയങ്ങളിൽ അദ്ദേഹത്തിന് അഗാധമായ പാണ്ഡിത്യവും ബോധന വൈദഗ്ധ്യവും ഉണ്ടായിരുന്നു. കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിൽ സ്നേഹപൂർവമായ പെരുമാറ്റത്തിന് ഗണ്യമായ ഒരു സ്ഥാനമുണ്ടെന്നാണ് വിദ്യാഭ്യാസ വിചാര മേഖലയിലെ വീക്ഷണങ്ങളിലൊന്ന്. കർശനമായ ശിക്ഷാരീതിയും ഒരു അവിഭാജ്യ ഘടകമാണെന്ന പക്ഷക്കാരനായിരുന്നു അദ്ദേഹം. കുട്ടികൾ തെറ്റ് ചെയ്താൽ കർശനമായ ശിക്ഷ നൽകുമായിരുന്നു. ശിക്ഷയാണ് അച്ചടക്കവും സന്തോഷവും നൽകുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രമാണം. നീണ്ട 10 വർഷക്കാലം അധ്യാപകനായി ജോലി നോക്കി. ഈ കാലഘട്ടത്തിനിടയിൽ തിരുവനന്തപുരത്ത് നിന്നും ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് 1-ാം ക്ലാസ്സോടെ വിജയിച്ചു. അധ്യാപക വൃത്തിയിൽ നിന്നുള്ള വിരമിക്കൽ തീർത്തും നാടകീയമായ ഒന്നായിരുന്നു. ഒരിക്കൽ പാഠഭാഗങ്ങൾ നന്നായി പഠിക്കാത്തതിന് അദ്ദേഹം ഒരു ആൺകുട്ടിയെ ശിക്ഷിച്ചു. ആ കുട്ടി ഉച്ചത്തിൽ കരഞ്ഞു. പ്രശ്നത്തിന്റെ വിശദാംശങ്ങൾ അധ്യാപകരിൽ നിന്നും തേടാതെ പ്രധാന അധ്യാപകൻ കുട്ടിയുടെ ശിക്ഷാ നടപടി പിൻവലിച്ചു. അത് വിവേകമുള്ളവർ ചെയ്തുകൂടാത്തതായിരുന്നു. സമൂഹത്തിൽ അധ്യാപക ജോലിക്ക് ഔന്നത്യവും അന്തസ്സും മാന്യതയും ഉണ്ടെന്ന കാര്യം പ്രധാന അധ്യാപകൻ ഒരു നിമിഷം ഓർക്കാതെ പോയി. മേലധികാരിയുടെ അനുചിതമായ നിലപാട് മന്നത്തിനെ ചൊടിപ്പിച്ചു. അദ്ദേഹം ജോലി രാജിവെച്ചു. തന്നെ അവഗണിച്ചതായും തന്റെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിച്ചതായും അദ്ദേഹത്തിന് തോന്നി. ഹെഡ്മാസ്റ്ററിൽ തനിക്കുള്ള ബഹുമാനവും ആദരവും അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ തന്നോട് കാണിച്ച അനീതിയിൽ രോക്ഷാകുലനാകാനും പ്രതികരിക്കാനും കഴിഞ്ഞപ്പോൾ വ്യത്യസ്തവും ദുർഘടവുമായ ഒരു പാത അദ്ദേഹം വെട്ടിത്തുറക്കുകയായിരുന്നു. പ്രത്യക്ഷത്തിൽ അസംബന്ധമെന്ന് തോന്നിക്കുന്ന അദ്ദേഹത്തിന്റെ രാജി എതിർക്കപ്പെടുന്നതിലൂടെയാണ് പുതിയ മൂല്യങ്ങൾ ഉടലെടുത്ത് സാഫല്യത്തിലെത്തുന്നതെന്നും അലസതയും അമിത വിധേയത്വമാണ് നമ്മുടെ അധപ്പതനത്തിനുള്ള കാരണം ആകുന്നത് എന്നുള്ള വാദഗതിയുടെ സമഗ്ര തലങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. മഹത്തായ ജീവിത ദർശനവും സേവന വ്യഗ്രതയും മുഖമുദ്രയാക്കിയ സാമൂഹിക പ്രവർത്തകനായ അധ്യാപകനായിരുന്നു അദ്ദേഹം. തുടർന്നു വന്ന ശീലങ്ങൾ പലതും നിശ്ശേഷം ത്യജിക്കാനും പുതിയ ശീലങ്ങൾ അഭ്യസിക്കാനും സ്വസമുദായത്തെ നിരന്തരമായി ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്ന പരിഷ്കർത്താവുമായിരുന്നു അദ്ദേഹം. പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും മാത്രമല്ല, പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിക്കുകയും ചെയ്ത ശ്രേഷ്ഠ പുരുഷനായതുകൊണ്ടാണ് ആ അധ്യാപകൻ ആചാര്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്.